ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഫണ്ടിങ് നിങ്ങൾ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ എക്വിറ്റി ഏത് വഴി കൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കൂടി സാധിക്കില്ല. നേരത്തെ ഇൻവെസ്റ്റേഴ്സിനും ഫൗണ്ടേഴ്സിനും വാലുവേഷനിൽ അഗ്രിമെന്റിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാം, അതായത് CCD ഉപയോഗിച്ച് എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാം എന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ റേസ് ചെയ്താൽ, അതായത് വാലുവേഷൻ ഫിക്സ് ചെയ്യാതെ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ 2 ക്ലോസസ് ആണ് ഇൻവെസ്റ്റേഴ്സ് വെക്കുക. കാരണം അവർ മണ്ടന്മാരല്ലല്ലോ. സാധാരണ വെക്കുന്ന ഒരു ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ആണ്. അതായത് അടുത്ത ഫണ്ടിങ് റൗണ്ടിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നവർ 100 കോടി വാലുവേഷനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി ഓൾറെഡി ഈ ഇൻവെസ്റ്ററിന് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലായിരിക്കും, ഡിസ്കൗണ്ടഡ് വാലുവേഷനിലായിരിക്കും എക്വിറ്റി കൺവേർട്ട് ആകുക. അതായത് മേ ബി 20% ആകാം, 30% ആകാം, ഡിപ്പെൻഡ്സ് ഓൺ ദ അഗ്രിമെന്റ്. ഇനി രണ്ടാമത്തത് വാലുവേഷൻ ക്യാപ്പാണ്. ഈ വാലുവേഷൻ ക്യാപ്പ് എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനമാണ്. അതായത് 100 കോടി രൂപയാണ് വാലുവേഷൻ എങ്കിൽ കൂടി നിങ്ങളുടെ കമ്പനിയുടെ വാലുവേഷൻ 20 crores ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. എന്നിട്ട് ഈ 20 crores എക്വിറ്റി ഷെയർ ചെയ്യുക. അതായത് 5 ഇരട്ടി എക്വിറ്റി ആയിരിക്കും ബേസിക്കലി കിട്ടുക ഫോർ ദ സെയിം പ്രൈസ്. അപ്പോൾ ഇതാണ് സാധാരണ ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ടേം ഷീറ്റിൽ. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പെട്ടുപോകുക തന്നെ ചെയ്യും.